ഇപ്പം ഈ ഓണാട്ടുകര പ്രദേശത്തൊക്കെ, ഇപ്പം എൻ്റെയൊക്കെ പ്രദേശത്ത് ഈ മൂത്താശാരിമാർ, നല്ല പ്രാവീണ്യമുണ്ടായിരുന്ന നല്ല ആശാരിമാർ, അവർ പ്രായം ചെല്ലുമ്പോൾ അവർക്ക് കട്ടിപ്പണികൾ ചെയ്യാൻ കഴിയില്ല. അവരെന്ത് ചെയ്യും? ഓണമൊക്കെ അടുക്കുമ്പോൾ കുറേ ചിരട്ടയും ഈ കമുകിൻ്റെ അലകും ഒക്കെ ശേഖരിച്ച് വെച്ചിട്ട് ധാരാളമായിട്ട് ചെറുതും വലുതുമായ തവികൾ ഉണ്ടാക്കിയിട്ട് അത് വീടുകളിൽ കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു ഓണക്കാലത്ത്. അത് അവർക്കൊരു വരുമാനദായക മാർഗം കൂടിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഒരു വീടുകളിൽ പോലും ചിരട്ടത്തവി ഒരുപക്ഷെ ഉണ്ടായാൽ ഭാഗ്യം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും ചില കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളിലുമൊക്കെ കൗതുക കാഴ്ചകളായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പല വലിപ്പത്തിലുള്ള ചിരട്ടത്തവികളാണ്. അങ്ങനെ കൗതുക കാഴ്ചയായി നമ്മളുടെ അടുക്കളയിലെ ചിരട്ടത്തവി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിരട്ടത്തവി ഇപ്പം അങ്ങനെയൊരു അടുക്കള ഉപകരണത്തെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ എത്ര പേർക്ക് അറിയും എനിക്ക് അറിയില്ല. ഇപ്പം നമ്മൾ ഈ നാളികേരം ചിരകിക്കഴിഞ്ഞാൽ ചിരട്ട നമുക്ക് അനാവശ്യമായ ഒന്നായി. കാരണം വീടുകളിലൊന്നും ഇപ്പം ഈ അടുപ്പിൽ തീയരിക്കുന്ന പതിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ പലപ്പോഴും അത് ചിലരൊക്കെ ഉപയോഗിക്കാതെ കളയുന്നു, ചിലരുടെ അടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നാളികേരത്തിനേക്കാൾ വിലയുണ്ട് ചിരട്ടയ്ക്ക്. ചിരട്ട വാങ്ങുവാൻ ആളുകൾ വീടുകൾ തോറും ഇപ്പം അതിന് പ്രത്യേക സംഘങ്ങൾ ഉണ്ടാകുന്നു, വീടുകളിലേക്ക് ആളുകൾ കടന്നു വരുന്നു. കാരണം ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്ന ഏറ്റവും ഈ ഉത്തേജക കരി, ഒരുപക്ഷെ ഈ നമ്മളുടെ ബഹിരാകാശ ഗവേഷണത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തേജക കരി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ. ചിരട്ടക്കരിയിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ചിരട്ടക്കരിക്ക് വലിയ ഡിമാൻഡാണ് ലോകത്ത്. ഒരുപക്ഷെ നാളുകളിൽ സ്വർണത്തിൻ്റെ വിലയിലേക്ക് ചിരട്ടയുടെ കരിക്ക് സ്വർണത്തിൻ്റെ വിലയുണ്ടാകാൻ പോലെ പോവുകയാണ്. അത്രമാത്രം പ്രാമാണികത ചിരട്ടയുടെ കരിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിരട്ടയ്ക്ക് അതിൻ്റെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ കരിക്ക് ആ പ്രാധാന്യം വരുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കാലത്ത് എല്ലാം ഓരോ സാധനം, ഇപ്പോൾ അവിയൽ വിളമ്പുന്നതിന് ഒരു തവി, ഒരു ചിരട്ടത്തവി, കറികൾ വിളമ്പുന്നതിനൊന്ന്, മീൻ വിളമ്പുന്നതിന് ഉപയോഗിച്ചിരുന്ന ചെറിയ തവി, ചെറിയ ചിരട്ടത്തവി, മറ്റൊന്നും വിളമ്പാൻ ഉപയോഗിക്കാറില്ല. ചോറ് വിളമ്പുന്നതിന് അല്പം കൂടി വലിയ കുടുവൻ തവി. ഇങ്ങനെ ഓരോ ഉപദംശങ്ങൾ വിളമ്പുന്നതിനും പ്രത്യേകം തവി ഉണ്ടായിരുന്നു. മാത്രമല്ല വീടുകളിൽ കല്യാണ സദ്യ ഒരുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ ദേഹണ്ണക്കാരെ വിളിക്കുക, വീടുകളിൽ തന്നെ കല്യാണം നടത്തുക, കല്യാണവും കല്യാണ നിശ്ചയവും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ 50-100 തവികളാണ് ഒരേ സമയം നമുക്ക് വിളമ്പ് ആവശ്യത്തിന് വേണ്ടി. ഇപ്പം കലവറയിൽ വേണം, സാധനങ്ങൾ പകരുവാൻ വേണം, ഇതിനൊക്കെ ചിരട്ടത്തവിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ചിരട്ട നന്നായി, അതായത് കണ്ണില്ലാത്ത ഭാഗം, ചിരട്ടയുടെ കണ്ണില്ലാത്ത ഭാഗം എടുത്തിട്ട് അത് പല വലിപ്പത്തിലുള്ള, ഇപ്പം ചോറ് വിളമ്പുന്നതിനുള്ള തവി അല്പം വലുതാണെങ്കിൽ വലിയ ചിരട്ട എടുക്കും. അതുപോലെ തന്നെ ഈ പ്രഥമൻ വിളമ്പുന്ന, പായസം വിളമ്പുന്ന തവി, ഏറ്റവും വലിയ തവി പായസം വിളമ്പുന്ന തവിയാണ്. ആ തവി ഏറ്റവും വലിയ ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ തണ്ടെന്താണ്? നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ അല്ലെങ്കിൽ കമുകിൻ്റെ അലകാണ് നമ്മൾ തണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയൊന്നും അതിന് പകരം ഇപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സ്റ്റീലിൻ്റെയോ അലോയിയുടെയോ അല്ലെങ്കിൽ ഇണ്ടാലിയത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ലോഹങ്ങളുടെ തവികളാണ് നമ്മളിപ്പോൾ നമ്മളുടെ വീടുകളിൽ സ്പൂണായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ തവി. എന്താണ് അതിൻ്റെ ഒരു ഗുണപരമായ കാര്യം? ഇപ്പം നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, പച്ച ചിരട്ട പൊട്ടിച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് ഈ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ വേണ്ടി, കൊളസ്ട്രോളിനൊരു മരുന്ന് പോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമായിരുന്നു പലരും. അപ്പോൾ അത് ആവശ്യത്തിലേറെ ആയപ്പോൾ അത് ഏതും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത്, ഇത് കൂടുതലായാൽ അപകടമാണ്. ഇങ്ങനെ ചെറിയ തോതിൽ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണപരമായ കാര്യം എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ, ചിരട്ടയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ ഇതുപോലെയുള്ള ചില രോഗങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ്? നമ്മുടെ പഴയ ആളുകൾക്ക് അവരതിൻ്റെ ശാസ്ത്രവും അതിനകത്തിൽ ഗവേഷണമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും അനുഭവം ഗുരുവാണ്. അവരനുഭവത്തിലൂടെയാണ് പലതും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും. അതിൽ നിന്നാണ് അവർ ഇപ്പോൾ പായസം പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിൽ ധാരാളമായിട്ട് ശർക്കര ചേരുന്നു, അതിനകത്തിൽ നെയ്യ് ചേരുന്നു, അതിനകത്തിൽ തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ചേരുന്നു. ഇതെല്ലാം തന്നെ
ശാരീരിക ആരോഗ്യത്തിന് ഗുണപരമായി മാറുന്നതല്ല. ഇതെല്ലാം തന്നെ കൊളസ്ട്രോൾ അടക്കമുള്ള അല്ലെങ്കിൽ പ്രമേഹത്തിനും ഒക്കെ കാരണമാകുന്നതാണ്. ഒരു പക്ഷേ ഈ ചൂടായി കിടക്കുന്ന, നന്നായി അടുപ്പിൽ കിടന്ന് ചൂടായി തിളച്ച് കിടക്കുന്ന പായസത്തിലേക്ക് ഈ വലിയ തവി, ചിരട്ടത്തവി അതിട്ട് പല പ്രാവശ്യം തുടക്കം മുതൽ ഇളക്കുന്നു. അത് കോരുന്നത് അതുകൊണ്ട്, പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ട്, ഇലയിലേക്ക് പകരുന്നത് അതുകൊണ്ട്, ഇങ്ങനെ നിരന്തരമായി ചിരട്ടയുടെ സാന്നിധ്യം ഈ പായസത്തിലുണ്ടാകുക, അല്ലെങ്കിൽ ഓരോ കറിക്കൂട്ടുകളിലും ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ ചിരട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗുണപരമായ അംശം ഇതിലേക്ക് ഊർന്നും ചോർന്നും ഇറങ്ങുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇറങ്ങിയേ പറ്റൂ. അതെന്തായാലും നമുക്ക് ദോഷമുണ്ടാക്കുന്നതല്ല. അലുമിനിയം പോലെ ഇതിൽ പ്രതിപ്രവർത്തിച്ച് അത് മറ്റൊരു വസ്തുവായി മാറി ഒരു വിഷകരമായ കാര്യമായി അത് ഒരു കാരണവശാലും മാറില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ ആഹാരത്തെ വിഷമയമാക്കി മാറ്റാത്ത, വിഷഹരമാക്കി മാറ്റാത്ത ഒരു നന്മയാണ് ചിരട്ടത്തവി. ഇപ്പം ഓണാട്ടുകര പ്രദേശത്തൊക്കെ, ഇപ്പം എൻ്റെയൊക്കെ പ്രദേശത്ത് ഈ മൂത്താശാരിമാർ, നല്ല പ്രാവീണ്യമുണ്ടായിരുന്ന നല്ല ആശാരിമാർ, അവർ പ്രായം ചെല്ലുമ്പോൾ അവർക്ക് കട്ടിപ്പണികൾ ചെയ്യാൻ കഴിയില്ല. അവരെന്ത് ചെയ്യും? ഓണമൊക്കെ അടുക്കുമ്പോൾ കുറേ ചിരട്ടയും ഈ കമുകിൻ്റെ അലകും ഒക്കെ ശേഖരിച്ച് വെച്ചിട്ട് ധാരാളമായിട്ട് ചെറുതും വലുതുമായ തവികൾ ഉണ്ടാക്കിയിട്ട് അത് വീടുകളിൽ കൊണ്ടുവന്ന്, നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു ഓണക്കാലത്ത്. അത് അവർക്കൊരു വരുമാനദായക മാർഗം കൂടിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഒരു വീടുകളിൽ പോലും ചിരട്ടത്തവി ഒരുപക്ഷെ ഉണ്ടായാൽ ഭാഗ്യം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും ചില കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളിലുമൊക്കെ കൗതുക കാഴ്ചകളായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പല വലിപ്പത്തിലുള്ള ചിരട്ടത്തവികളാണ്. അങ്ങനെ കൗതുക കാഴ്ചയായി നമ്മളുടെ അടുക്കളയിലെ ചിരട്ടത്തവി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.